മെക്സിക്കോയിലെ സഭ എല്ലാ സെപ്റ്റംബറിലും ആഘോഷിക്കുന്ന ബൈബിൾ മാസത്തിന്റെ ഭാഗമായി വിവിധ ജയിലുകളിൽ ബൈബിൾ എത്തിച്ചു നൽകാനുള്ള ഒരു സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് സാർട്ടില്ലോ രൂപത. കഴിഞ്ഞ 15 വർഷമായി ജയിൽ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ റോബർട്ട് കൂഗൻ ഈ നീക്കം സാർട്ടില്ലോയിലെ ജയിലുകളിലുള്ളവർക്ക് ഉപകാരപ്രദമാണെന്ന് പറഞ്ഞു. പ്രത്യാശ നഷ്ടപ്പെട്ട അവരെ ഈ ബൈബിളുകൾ യേശുവിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കുമെന്നും വൈദികൻ വെളിപ്പെടുത്തി. നിരവധി തടവുകാർ ബൈബിൾ വായിക്കാനും പഠിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. ഈ ശുശ്രൂഷയെ വിജയിപ്പിക്കുന്നതിനായി രൂപതയിലെ മുഴുവൻ ഇടവകളിലെ വിശ്വാസികളോടും ബൈബിൾ നൽകി സഹായിക്കണമെന്ന് ഫാദർ റോബർട്ട് അഭ്യർത്ഥിച്ചു. എങ്ങനെയെല്ലാം ദൈവവചനം തടവുകാരെ പരിവർത്തനപ്പെടുത്തുന്നത് എന്ന് ഫാദർ റോബർട്ട് 2 സംഭവങ്ങളെ മുൻനിർത്തിയായിരുന്നു വെളിപ്പെടുത്തിയത്. ഒരു തടവുകാരൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കവേ പെട്ടെന്ന് ആ വ്യക്തിയിൽ ഒരു ദൈവസാന്നിധ്യം ഉണ്ടാവുകയും പിന്നീടുള്ള ആ വ്യക്തിയുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലായി മാറിയെന്നും ഫാദർ റോബർട്ട് പറഞ്ഞു. ഏകാന്ത തടവിൽ കഴിഞ്ഞ ഒരു യുവാവിന് ബൈബിൾ വായിക്കാൻ നൽകിയതിന്റെ ഫലമായി അദ്ദേഹത്തിൽ ഒരു പരിവർത്തനം രൂപപ്പെട്ടതായി ഫാദർ റോബർട്ട് വെളിപ്പെടുത്തുന്നു. ജയിലുകളിൽ ആഴ്ചതോറുമുള്ള വിശുദ്ധ കുർബാന, ബൈബിൾ പഠനം, വിശ്വാസ രൂപീകരണം എന്നിങ്ങനെ ഒരു ഇടവക ദേവാലയത്തിൽ വൈദികൻ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ജയിൽ മിനിസ്ട്രി വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഫാദർ റോബർട്ട് അഭിപ്രായപ്പെട്ടു. ജയിൽ മിനിസ്ട്രിയുടെ മധ്യസ്ഥയായ കരുണയുടെ മാതാവിന്റെ തിരുനാളായ എല്ലാ സെപ്റ്റംബർ 24-നും കുടുംബങ്ങൾക്കും തടവിലാക്കപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി സാർട്ടില്ലോ കത്തീഡ്രലിൽ ഒരു കുർബാന നടത്തപ്പെടാറുണ്ട്.